പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 33 അധ്യായം 13 തിരുവചനം. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സ്രഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോബിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ വായു പൊത്തി നിൽക്കുന്ന, മൗനം പാലിക്കുന്ന ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. അവനറിയാമായിരുന്നു കർത്താവിൻ്റെ പ്രവൃത്തികളും പദ്ധതികളും എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മളും ദൈവത്തിൻ്റെ കരങ്ങളിലെ കളിമണ്ണ് പോലെയാണ്. കുശവൻ തൻ്റെ കയ്യിലെ കളിമണ്ണിനെ തൻ്റെ ഇഷ്ടമനുസരിച്ച് രൂപപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെയും സ്വപ്നങ്ങളെയും രൂപപ്പെടുത്തുവാൻ ശക്തനാണ് കർത്താവ്. കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും പൂർണ്ണമായി കൊടുക്കാം. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളും രൂപപ്പെടട്ടെ. നമ്മളിലുള്ള എല്ലാ കുറവുകളും പരിഹരിച്ച് നമ്മളെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് നയിക്കുവാൻ ശക്തനാണ് കർത്താവ്. നമ്മുടെ ആഗ്രഹമല്ല നടക്കേണ്ടത്, കർത്താവിൻ്റെ പദ്ധതികൾ, കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരേ ഒരു ആഗ്രഹം. ഈ ആഗ്രഹം നടപ്പിലാകുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെയും ശക്തിപ്പെടുത്തട്ടെ. ജീവിതത്തെ രൂപപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ പൂർണ്ണമായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈശോയുടെ അനുഗ്രഹം നമ്മളിൽ നിറയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.